അതിരടി സിനിമയുടെ ഫിലിം പ്രൊമോഷൻ കോഴിക്കോട് ബീച്ചിൽ നടന്നിരുന്നു. മാർക്കറ്റിംഗ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രാറ്റജി എനിക്ക് വളരെയധികം അറ്റൻഷൻ കിട്ടി. കാരണം ഈ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ജെൻസി ഓഡിയൻസിനെയും ഫാമിലി ഓഡിയൻസിനാണ്. കോഴിക്കോട് ബീച്ച് പോലത്തെ ഒരു സ്ഥലം എടുക്കുമ്പോൾ അങ്ങനത്തെ ഓഡിയൻസ് വരുമെന്നുള്ള 100% ഉറപ്പായിരുന്നു. അങ്ങനത്തെ ഓഡിയൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ആനന്ദും കോഴിക്കോട് തമ്മിലൊരു ഇമോഷൻ ഉണ്ടായിരുന്നു. അത് അവിടെ വർക്കായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പ്രസൻറ്റ് ചെയ്ത രീതി വളരെയധികം അടിപൊളിയായിരുന്നു. ഒരു പർപ്പിൾ കവ് എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ എഫക്റ്റ് എന്താണെന്ന് പിന്നീട് ഞാൻ പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവർ ചെയ്ത പ്രസൻറ്റാണ്. അതിൽ നായകന്മാരായ ബേസിലും ടൊവിനോയുടെ എൻട്രി ആണ് മാസമായിട്ടായിരുന്നു. അതായത് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അടിയിൽ നിന്ന് ഒരു സർപ്രൈസ് എൻട്രി പോലെയാണ് അവർ വന്നത്. അതുപോലെ തന്നെ കടലിൽ നിന്നുള്ള സ്കൈ ഷോട്ടും അതുപോലെ തന്നെ ഡ്രോൺ ഈ വിഷ്വൽസും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇന്നേ വരെ കണ്ടതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഫിലിം പ്രൊമോഷൻ തോന്നിയത്. അപ്പോൾ പലരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ഇത് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. വളരെ രീതിയിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊമോഷൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിൻ വളരെയധികം സക്സസ്ഫുൾ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിൽ വരാൻ പറ്റുള്ളൂ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്തത്.